ഇനി നമ്മൾ 115-ാമത്തെ പേജിലേക്കാണ് വരുന്നത്. പേജ് തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഈസ് ദെയർ എനി ഒബ്സ്റ്റക്കിൾ ഫോർ വുമൺ ഇൻ ഗെറ്റിംഗ് റെസ്പെക്റ്റ് ആൻഡ് കെയർ ഓൾ ഓവർ ദ വേൾഡ്? അതായത് നമ്മളോട് ചോദിക്കുകയാണ്, ലോകം മുഴുവനും സ്ത്രീകൾക്ക് പരിഗണനയും പരിചരണവും ലഭ്യമാകുന്നതിന് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് ദെയർ എനി ഒബ്സ്റ്റക്കിൾ, എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടോ? ഒബ്സ്റ്റക്കിൾസ് എന്ന് ചോദിച്ചാൽ പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ. ഫോർ വുമൺ, സ്ത്രീകൾക്ക്, ഇൻ ഗെറ്റിംഗ്, ലഭിക്കുന്നതിന്, റെസ്പെക്റ്റ്, ബഹുമാനം, ആൻഡ് കെയർ, സംരക്ഷണം, ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവനും. അപ്പോൾ ലോകം മുഴുവനും സ്ത്രീകൾക്ക് ബഹുമാനവും അതുപോലെ തന്നെ സംരക്ഷണവും ലഭിക്കുന്നതിന് എന്തെങ്കിലും പ്രതിബന്ധമുണ്ടോ എന്ന് നമ്മളോട് ഒരു ചോദ്യം ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അനലൈസ് ദ എക്സ്ട്രാക്ട് ഗിവൺ ബിലോ ആൻഡ് കമൻറ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുവടെ നൽകിയിരിക്കുന്ന ഒരു എക്സ്ട്രാക്ട്, അതായത് ഏതോ ഒരു ലേഖനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അനലൈസ് എന്ന് വെച്ചാൽ വിലയിരുത്തുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അനലൈസ് ദ എക്സ്ട്രാക്ട് ഗിവൺ ബിലോ ആൻഡ് കമൻറ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ലേഖന ഭാഗം വായിച്ചു നോക്കിയിട്ട് നമ്മളുടെ അഭിപ്രായം വിലയിരുത്തൽ എഴുതുക എന്നുള്ളതാണ് കമൻറ്റ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ലേഖന ഭാഗത്തേക്ക് പോവുകയാണ്. ഓൾദോ ദ ഹ്യൂമൻ സൊസൈറ്റി ഹാസ് അറ്റൈൻഡ് progress in several parts of the world, there is a situation that denies accessibility to adequate education for girls. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സമൂഹം ഒത്തിരി പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും, അതായത് പെൺകുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസം ലഭ്യമാകാത്ത സാഹചര്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, നമ്മൾ സെൻറ്റൻസ് വേർഡ്സ് ബൈ വേർഡ്സ് ആയിട്ട് പറയുന്നു. ഓൾദോ ദ ഹ്യൂമൻ സൊസൈറ്റി ഹാസ് അറ്റൈൻഡ് പ്രോഗ്രസ്, അതായത് മനുഷ്യ സമൂഹം ഒത്തിരി പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും, ഓൾദോ ഉണ്ടെങ്കിലും, ദ ഹ്യൂമൻ സൊസൈറ്റി മനുഷ്യ സമൂഹം, ഹാസ് അറ്റൈൻഡ് പ്രോഗ്രസ് അതായത് പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും, ഇൻ സെവറൽ പാർട്സ് ഓഫ് ദ വേൾഡ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, സെവറൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും, പാർട്സ് ഓഫ് ദ വേൾഡ് ഭാഗങ്ങളിലും, സെവറൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും, there is a situation ഒരു തരത്തിലുള്ള സാഹചര്യമുണ്ട്, ദാറ്റ് ഡിനൈസ് അക്സെപ്റ്റബിലിറ്റി. ഓക്കെ, ആ ഉള്ള സാഹചര്യം ഏതാണ്? പല ഭാഗങ്ങളിലുമുള്ള സാഹചര്യം എന്താണ്? ഡിനൈസ് എന്ന് വെച്ചാൽ ലഭ്യമാക്കാത്ത സാഹചര്യം. എന്ത് ഡിനൈസ് ചെയ്യുന്നു? അക്സെപ്റ്റബിലിറ്റി ടു അഡ്വക്കേറ്റ് എഡ്യൂക്കേഷൻ. അക്സെപ്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഭിക്കുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനോട് അടുത്ത് ചെല്ലുവാൻ, അല്ലെങ്കിൽ അതിലേക്ക് ലഭ്യമാകുവാനുള്ള സാധ്യത. ഓക്കെ, അപ്പം ആ ലഭ്യമാകാനുള്ള സാധ്യതയെ ഡിനൈ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലഭിക്കാതെ ആക്കി തീർക്കുന്ന പല കാരണങ്ങളും എന്തൊക്കെയാണ്? എന്ത് ലഭിക്കാതിരിക്കാനുള്ള പല കാരണമാണ്? അക്സസിബിലിറ്റി ടു അഡ്വക്കേറ്റ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്, അതായത് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുവാനുള്ള പല കാരണങ്ങളും. ആർക്ക്? പെൺകുട്ടികൾക്ക്. ഓക്കെ, അപ്പം പെൺകുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുവാനുള്ള പല കാരണങ്ങളും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസിലേക്ക് പോവുക. They are forced to give up their studies at an early stage and are confined to marriage, child care and raising their families. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കുട്ടികൾ ഫോഴ്സ്ഡ്, അവര് ബലകരമായിട്ട് അല്ലെങ്കിൽ അവരെ നിർബന്ധിതരായി തീരുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവരുടെ വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വിവാഹം, കുട്ടികളെ പരിചരിക്കൽ, കുടുംബം പോറ്റൽ എന്നിവയിൽ
ഒതുങ്ങിപ്പോകുവാനായിട്ട്. മനസ്സിലാക്കുക, ദേ ആർ ഫോഴ്സ്, അവർ നിർബന്ധിതരായിത്തീരുന്നു, ടു ഗീവ് അപ്പ്, അതായത് ഉപേക്ഷിക്കുക, എന്ത്, ദെയർ സ്റ്റഡീസ്, അവരുടെ വിദ്യാഭ്യാസം, അറ്റ് ആൻ ഏർലി സ്റ്റേജ്, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായിത്തീരുന്നു. ആൻഡ് ആർ കൺഫൈൻഡ് ടു മാരേജ്, അതുപോലെ തന്നെ അവർ എന്തിലേക്ക് ഒതുങ്ങിച്ചേരുന്നു, അവർ ഒതുങ്ങിച്ചേരുന്ന പരിപാടികളാണ്. ഒന്ന്, കൺഫൈൻഡ് ടു മാരേജ്. മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിവാഹത്തിലേക്ക്, ഓക്കെ, വിവാഹം കഴിച്ചുള്ള ജീവിതത്തിലേക്ക്. അതുപോലെ തന്നെ ചൈൽഡ് കെയർ, കുഞ്ഞുങ്ങളുടെ സംരക്ഷണം, ആൻഡ് റേസിംഗ് ദെയർ ഫാമിലി, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ പോറ്റി വളർത്തുക, ഓക്കെ. അപ്പം കുട്ടികളെ പരിചരിക്കുക, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പാതി വഴിയിൽ വെച്ച്, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പൂർത്തീകരിക്കാത്ത പല സമയത്തും പോകുവാനായിട്ട് നിർബന്ധിതർ ആയി തീരുന്നു എന്നാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് അടുത്ത ഭാഗമാണ്. There still exists a situation in which girls are forced to engage in cooking and household chores while boys play and go to school. There are still exists a situation. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്താണ് നമ്മളുടെ സമൂഹങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്? ആൺകുട്ടികൾ കളിക്കുകയും സ്കൂളിൽ പോവുകയും ചെയ്യുമ്പോൾ പെൺകുട്ടികൾ പാചകം ചെയ്യുവാനും വീട്ടുജോലി ചെയ്യുവാനും പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുക, there still exists, ഇപ്പോഴും നിലനിൽക്കുന്നു, എ സിറ്റുവേഷൻ, ഒരു അവസ്ഥ, ഇൻ വിച്ച്, അതിൽ, ഗേൾസ് ആർ, പെൺകുട്ടികൾ, ഫോഴ്സ് ടു എൻഗേജ്, അതായത് നിർബന്ധിതരായി തീരുന്നു ഒരു ജോലി ചെയ്യുവാൻ. ഏത് ജോലിയാ? ഇൻ കുക്കിംഗ്, പാചകം ചെയ്യുവാൻ. അതുപോലെ തന്നെ ഇൻ ഹൗസ് ഹോൾഡ് കൊയേഴ്സ്, അതായത് കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ഭവനങ്ങളിൽ ഉള്ള വീട്ടുജോലികൾ, ഹൗസ് ഹോൾഡ് കൊയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുജോലികൾ ചെയ്യുവാൻ നിർബന്ധിതരായിത്തീരുന്നു. വൈൽ ബോയ്സ് പ്ലേ ആൻഡ് ഗോ ടു സ്കൂൾ, അതേ സമയത്ത് എപ്പോഴാണ്? ആൺകുട്ടികൾ കളിക്കുകയും സ്കൂളിൽ പോവുകയും ചെയ്യുന്ന സമയത്ത്. സോ വെൻ ബോയ്സ് ഗോ ടു ദ സ്കൂൾ, അതായത് ആൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ, ഗേൾസ് ആർ ഫോഴ്സ്, പെൺകുട്ടികൾ നിർബന്ധിതരായിത്തീരുന്നു, ടു എൻഗേജ് ഇൻ കുക്കിംഗ്, പാചകം ചെയ്യുന്നതിനും അതുപോലെ തന്നെ വീട്ടുവേല ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, ഇറ്റ് ഈസ് നോട്ട് അൺകോമൺ ടു ബി ഡിനൈഡ് ദ റൈറ്റ് ടു ഗോ ടു വർക്ക് ഓർ ടു ചൂസ് എ കരിയർ. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇഷ്ടപ്പെട്ട ജോലിക്ക് പോകാനോ ഇഷ്ടപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നിരോധിക്കപ്പെടുന്ന അവസ്ഥയും വളരെ വിരളം അല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അൺകോമൺ, അതായത് അൺകോമൺ, അതായത് വിരളമല്ല അല്ലെങ്കിൽ സാധാരണയാണ്. നോട്ട് അൺകോമൺ, അതായത് സാധാരണയല്ല എന്താണ്? ടു ബി ഡിനൈഡ്, അതായത് അവർക്ക് നൽകപ്പെടാതിരിക്കുന്നു. എന്തിനു വേണ്ടി? ദ റൈറ്റ്, അവകാശം. ടു ഗോ ടു വർക്ക്, അവർക്ക് ജോലിക്ക് പോകുവാനോ. ടു ചൂസ് എ കരിയർ, അതായത് സാധാരണ ഒരാൾക്ക്, അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട ജോലിക്ക് പോകുവാനോ ഇഷ്ടപ്പെട്ട പഠനം നടത്തുവാനോ ഇഷ്ടപ്പെട്ട കരിയർ ചൂസ് ചെയ്യുവാനോ, അതായത് അവർക്ക് ഇതിൻ്റെ എല്ലാം അവകാശം, അതായത് ജോലിക്ക് പോകുവാനും തൊഴിലെടുക്കുവാനും ഒക്കെയുള്ള അവകാശം ഇപ്പോഴും എന്താണ്? ഡിനൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതായത് നിരോധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നൽകപ്പെടാതിരിക്കുന്നത് നോട്ട് അൺകോമൺ, അതായത് സാധാരണമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട്, വുമൺ ഓഫൺ ഫേസ് restrictions not only in social relationship and economic independence but also in personal decision making. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകൾ സാധാരണയായിട്ട് സാമൂഹിക ബന്ധങ്ങളിലും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലും മാത്രമല്ല വ്യക്തിയധിഷ്ഠിത തീരുമാനമെടുക്കുന്നതിലും പലപ്പോഴും വിലക്കുകൾക്ക് വിധേയരാകാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, വുമൺ ഓഫൺ ഫേസ്, അതായത് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നു, റെസ്ട്രിക്ഷൻസ്, വിലക്കുകൾ. എന്തിൻ്റെ എല്ലാമാണ്? നോട്ട് ഓൺലി ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുടെ കാര്യത്തിൽ സ്ത്രീകൾക്ക് എന്താണ്? വിലക്കുകൾ ഏർപ്പെടുത്താറുണ്ട്. എക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാമ്പത്തിക സ്വാതന്ത്ര്യം, അതായത് പലപ്പോഴും സ്ത്രീകളെ ജോലി ചെയ്യുവാനായിട്ട് സമ്മതിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് എക്കണോമിക് ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാവില്ല.
ബട്ട് ഓൾസോ ഇൻ പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിയാധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കുന്നതിനും, അതായത് എനിക്ക് വേണ്ട കാര്യം ഇതാണ്, അതുകൊണ്ട് ഞാൻ ഈ തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് ഒരു തീരുമാനം എടുക്കുന്നതിനുള്ള അവകാശവും പലപ്പോഴും ഡിനൈ ചെയ്യപ്പെടുന്നു. അതായത് അത് അവർക്ക് നൽകപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇനി അനലൈസ് ദ എക്സ്ട്രാക്റ്റ് ഗിവൺ ബിലോ ആൻഡ് കമൻറ്റ്, നമ്മളോട് ഇത് വിശകലനം ചെയ്ത് കമൻറ്റ് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് നമുക്ക് കാണാവുന്നതാണ്. വി വിൽ ഗോ ടു അനദർ വീഡിയോ. ഓക്കെ.